ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് വെൽക്കം ബാക്ക് ടു തനുസ് ഡയറീസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ DME സ്റ്റാഫ് നഴ്സ് ലിസ്റ്റിൻ്റെ പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ കുറച്ച് പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ DME നഴ്സിംഗ് എക്സാം ഷോർട്ട് ലിസ്റ്റ് വന്നു. അപ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റിൽ വന്നവർക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ ഒരു PSC ടെസ്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു 1-2 ആഴ്ചയൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ് വന്നിരിക്കുന്നത്. കാരണം 22, 23, 24 തീയതികളിലൊക്കെ തുടങ്ങുവാണെന്ന് തോന്നുന്നു. പലർക്കും മെസ്സേജ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്ന മെസ്സേജ് പലരും കാണാതെ പോയ സുഹൃത്തുക്കളുണ്ട്. സോ ആ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരൊന്നും നോക്കാതെ നടക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ഫോണിൽ വരുന്ന മെസ്സേജസ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ, അതായത് റാങ്ക് ലിസ്റ്റിലുള്ളവർ നിങ്ങളുടെ ഫോണും മെസ്സേജ് ഒന്ന് പ്രൊഫൈൽ മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഡേറ്റ് നമുക്ക് ആ പ്രൊഫൈൽ മെസ്സേജിനകത്ത് അറിയാൻ പറ്റും, എവിടെ വെച്ചാണ് നടത്തുന്നത്, എത്ര ടൈമിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ എന്തൊക്കെ പ്രൂഫാണ് ഹാജരാക്കേണ്ടതെന്നൊക്കെ നമുക്ക് അതിനകത്ത് കറക്റ്റ് അറിയാൻ പറ്റും. സോ അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ഡേറ്റിനാണെന്ന് കറക്റ്റ് അറിയുക. കറക്റ്റായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അപ്പിയർ ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത പ്രൊസീജിയറിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇത് ലാഗാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിന്നെ ലിസ്റ്റിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. സോ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നമ്മൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് കുറേ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനെ പറ്റിയിട്ട്. സോ അതൊക്കെ ഞാനൊന്ന് ചെറുതായിട്ട് എനിക്കറിയാവുന്ന രീതിയിലൊന്ന് ക്ലാരിഫൈ ചെയ്തു തരാം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട്. സോ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ ഓൾറെഡി നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം, റിന്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് വച്ചിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാം നമ്മുടെ PSC പ്രൊഫൈലിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കേട്ടോ. കാലാവധി കഴിഞ്ഞ സർട്ടിഫിക്കറ്റ്സ് അല്ല. ഇപ്പോൾ നമ്മുടെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ 1 ഇയർ വാറണ്ടി ഒക്കെ അല്ലേ കാണത്തുള്ളൂ. സോ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അത് കാലാവധി കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ മേടിച്ച് വെച്ചിട്ടുള്ളത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ചിലപ്പോൾ അതിനെപ്പറ്റി അവെയർ ചെയ്യുക, അതല്ലെങ്കിൽ അതിനെപ്പറ്റി അവെയർ ആയിട്ടില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ പോയിട്ട്, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഓൺലൈൻ വഴിയൊക്കെ ആണല്ലോ ചെയ്ത് കിട്ടുന്നത്, 3 ദിവസം കൊണ്ടൊക്കെ നമ്മുടെ സൈറ്റിൽ അപ്ലോഡായി കിട്ടും. സോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് ചെയ്യുക അക്ഷയയിൽ പോയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സൊക്കെ നമ്മൾ മാറ്റിയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് വേണം വയ്ക്കാൻ. ഓക്കെ, കാലാവധി കഴിഞ്ഞതൊന്നും കൊണ്ടുപോകാൻ പാടില്ല, അത് അവിടെ അംഗീകരിക്കത്തില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് KNMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 5 ഇയർ വാലിഡിറ്റി ആണുള്ളത്. പിന്നെ നമ്മുടെ സംവരണ സർട്ടിഫിക്കറ്റ്സാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾ കാലാവധി തികയാത്ത സർട്ടിഫിക്കറ്റ്സ് ആണ് ഹാജരാക്കിയതെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ അത് ഒന്ന് അപേക്ഷിച്ച് അത് തന്നെ വേണം നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് കൊണ്ടുപോകാൻ. അപ്ലോഡ് ചെയ്തത് ഓക്കെ പോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ഇനി വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് വേണം കൊണ്ടുപോകാൻ കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ നമ്മുടെ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും വേണം കേട്ടോ. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്, ആധാർ കാർഡ്, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സിന് 2-3 സെറ്റ് കോപ്പി വെച്ചേക്കാം. ഓക്കെ, എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സിന് 3 സെറ്റ് കോപ്പി നമ്മുടെ കയ്യിൽ അറ്റസ്റ്റഡ് കോപ്പീസ് വച്ചേക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം പോവാൻ. പിന്നെ അവിടെ പോയിട്ട് പിന്നെ കോപ്പി എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടേണ്ട ആവശ്യമില്ല. സോ അത് നമ്മൾ എപ്പോഴും കയ്യിൽ കരുതിക്കുക, എല്ലാത്തിൻ്റെയും ഒറിജിനൽ കോപ്പി വച്ചേക്കുക കേട്ടോ. പിന്നെ ഒത്തിരി പേര് വിദേശത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. സോ അവർക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ PSC ഇൻഫോം ചെയ്യുക, PSC ഓഫീസിൽ ഇൻഫോം ചെയ്യുക. അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു റെസ്പോൺസ് തരും. കാരണം പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കി കളയത്തില്ല. എന്തായാലും ഒരു 10 ഡേയ്സോ കുറച്ചൊരു എക്സ്റ്റൻഷൻ തരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വേറെ രീതിയിൽ നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗരേഖ അവർ തരുന്നതായിരിക്കും. എന്തിനും ഒരു
സൊല്യൂഷൻ ഉണ്ടല്ലോ. സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരിക്കലും നിങ്ങൾ ഇൻഫോം ചെയ്യാതെ മാറി നിൽക്കരുത് കേട്ടോ, എങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോകും. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ PSC ഇൻഫോം ചെയ്യുക കേട്ടോ, നിങ്ങൾക്ക് എത്താൻ പറ്റില്ല എന്നുള്ള കാര്യം. പിന്നെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ ഈ ഡേറ്റിനകം നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയില്ല, അത് കുഴപ്പമില്ല. നിങ്ങളുടെ പഴയ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു അറ്റസ്റ്റ് ചെയ്ത കോപ്പിയൊക്കെ കയ്യിൽ വെച്ചിരിക്കുക. പഴയ KNMC, പഴയ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിരിക്കുക. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഒരു വെരിഫിക്കേഷൻ ടൈമിൽ. സോ അതിന് ഞാനത് ഹാജരാക്കിയപ്പോൾ എനിക്കത് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ലായിരുന്നു അപ്ഡേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്. സോ അവർ ഒരു 10 days നീട്ടിത്തന്നു, എന്നിട്ടും കിട്ടിയില്ല. പിന്നെയും ചെന്നപ്പോഴത്തേക്ക് പിന്നെയും ഒരു 2 ആഴ്ച നീട്ടിത്തന്നു. അങ്ങനെ ഒരു 2 വട്ടം എനിക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളൊരു പ്രൂഫ് ഹാജരാക്കി, നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുവാണ് ഒരു അപ്ഡേറ്റിന്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൂഫ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു ദിവസം നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ളൊരു എന്താ ടൈം നമുക്കവർ തരും കേട്ടോ. ഒരു 10 days ഒരു 2 ആഴ്ചയൊക്കെ അവർ തരും. സോ കൂടുതലങ്ങ് തരത്തില്ല, അപ്പോൾ മാക്സിമം അവർ തരും, 2-3 അവസരമൊക്കെ നമുക്ക് തരും. സോ അതിനെ പറ്റിയൊന്നും നിങ്ങൾ ടെൻഷൻ എടുക്കണം. നമുക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ എല്ലാം ഹാജരാക്കണം, അയ്യോ അത് എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോകും, അങ്ങനെയൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും അവർ നമുക്ക് ചെയ്ത് തരും കേട്ടോ. അങ്ങനെ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാരണം, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും PSC വിളിച്ച് ചോദിക്കാം, ഓഫീസിൽ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാം. എനിക്ക് ഇന്നതാണ് എൻ്റെ കാര്യം, അല്ലെങ്കിൽ ഇന്നതാണ് എൻ്റെ പ്രശ്നം, സർട്ടിഫിക്കറ്റ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, വരാൻ പറ്റാത്ത പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. സോ നിങ്ങൾക്ക് അത് ഉടനെ തന്നെ അതിൻ്റെ ഒരു എങ്ങനെ അത് നമ്മൾ അത് പരിഹരിക്കാം എന്നുള്ള കാര്യം അവിടെ നിന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ഒരിക്കൽ 1 day വെരിഫിക്കേഷൻ കഴിഞ്ഞ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളവരാണ്, ഇപ്പോൾ DHS എക്സാമിൻ്റെ ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ അവർക്ക് ഓൾറെഡി OTV സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും. സോ അവർ ഇനിയും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് PSC പ്രൊഫൈൽ മെസ്സേജിനകത്ത് കറക്റ്റായിട്ട് തന്നെ ഒരു മെസ്സേജ് അയക്കും. അതായത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ OTV സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിസിക്കലി ഇനി പ്രസൻറ്റ് ആവേണ്ട കാര്യമില്ല, ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പ്രസൻറ്റ് ആവേണ്ട കാര്യമില്ല എന്നുള്ളത് കറക്റ്റായിട്ട് അവർ മെസ്സേജ് തരും. അങ്ങനെയാണ് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പോവേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് പ്രൂഫുമായിട്ട് നിങ്ങൾ ഇന്ന ദിവസം ഹാജരാകണം എന്നാണ് മെസ്സേജ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇത്രയും നേരത്തെ എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂ കൂടെ നടത്താൻ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ മാറ്റി വെക്കേണ്ട, ചിലപ്പോൾ ഇൻ്റർവ്യൂ കൂടെ നടത്തിയായിരിക്കും നമ്മുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പ്രൊഫൈൽ മെസ്സേജ് ചെക്ക് ചെയ്യുക. റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവരും, സപ്ലിമെൻ്ററിക്കാരും മെയിൻ ലിസ്റ്റുകാരും എല്ലാവരും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ പോയി അപ്ലോഡ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുപോകുക. അത് കയ്യിലില്ലെങ്കിൽ അത് തന്നെ അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് പെട്ടെന്ന് തന്നെ ചെയ്യുക. കാരണം നമ്മുടെ മുന്നിൽ ടൈമില്ല, അവർ അടുത്തടുത്താണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വിളിച്ചേക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം കൊണ്ട് ടെൻഷൻ അടിക്കുക, എന്തെങ്കിലും നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനകം അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഡേറ്റ് അവർ നീട്ടി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയൊന്നും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഇത്രയാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. പ്രൊഫൈൽ മെസ്സേജ് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യുക, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. കറക്റ്റായിട്ട് PSC പറയുന്ന സ്ഥലത്ത് അതേ ടൈമിൽ എത്തിച്ചേരുക, സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മസ്റ്റായിട്ടുള്ളൊരു കാര്യം ഒഴിവാക്കരുത്. സോ നിങ്ങളൊരു ജോലി ആഗ്രഹിക്കുന്നതാണ്, എല്ലാം കറക്റ്റ് വേയിൽ ചെയ്തു പോകട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വന്നാൽ